ഒരു സ്വാഭാവികമായ ഒരു സൗഹൃദ സന്ദർശനമായിരുന്നു. പിതാവായിട്ട് കണ്ടു, എല്ലാ കാര്യങ്ങളും സംസാരിച്ചു, ഒരു സൗഹൃദം പങ്കിട്ടു. തീർച്ചയായിട്ടും ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇനിയും വരാലോ. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് എല്ലാ പിന്തുണയും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഒരുമിച്ച് മുമ്പോട്ട് പോകും. എന്നോട് പരിഭവമൊന്നും പറഞ്ഞില്ല. എന്നോട് സൗഹൃദമാണ് പങ്കിട്ടത്, സന്തോഷമാണ് അറിയിച്ചത്. തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് പോകും. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വകുപ്പ് എന്ന് പറയുന്നത് എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് പോകാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ പോകേണ്ട ഒരു വകുപ്പാണ്. തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുള്ളൂ. അത് തന്നെയാണ് ഞാനിപ്പോ ഇവിടെ സംസാരിച്ചത്. ആശങ്കകളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി എടുക്കും. ഇപ്പോൾ UDF മാനിഫെസ്റ്റോയിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നടപ്പാക്കാനുള്ള ശ്രമമാണ് ഞങ്ങളിപ്പോൾ നടത്തുന്നത്. മറ്റൊന്ന് മുതലക്കുഴിയിലെ അപകടങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നം. അങ്ങനെ തിരുവനന്തപുരത്തിന് സെൻസിറ്റീവായ നിരവധി പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുകൂടി കേൾക്കാൻ കഴിയുന്ന ഒരു വിഭാഗത്തിൽ നിന്ന് ഒരാൾ വേണമെന്നായിരുന്നു ലത്തീൻ അതിരൂപത മുന്നോട്ട് വെച്ചത്. അപ്പൊ അത്തരം വിഷയങ്ങൾ മിനിസ്റ്റർ പഠിക്കുമോ? തീർച്ചയായിട്ടും പഠിക്കും. അതുകൂടി കേൾക്കാനുള്ള എല്ലാ മനസ്സുമുള്ള ആളാണ് ഞാൻ. തീർച്ചയായിട്ടും അത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അവരും എല്ലാ പിന്തുണയും അറിയിച്ചിട്ടുണ്ട്. ഓക്കെ. അല്ല, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണ് നമ്മുടെ വകുപ്പ്. തീർച്ചയായിട്ടും അതിനുവേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്തും ആലോചിച്ചും ഒക്കെ ആ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. അതില് ഇപ്പൊ മൺസൂൺ വരുന്നത് സംബന്ധിച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനെടുക്കേണ്ട മുൻകരുതലുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്നും നാളെയായിട്ട് അതിനുള്ള ചർച്ചകൾ നടത്തി വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കും, വേണ്ട മുൻകരുതലുകൾ എടുക്കും. എനിക്കറിയാലോ.